അടുത്തൊരു കമന്റ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിന് വേറൊരു കാണൽ ചടങ്ങുമായിട്ട് എല്ലാവരെയും വിളിച്ച് ഒരു നേരത്തെ ആഹാരവും കൊടുത്ത് അതിന്റെ ഫോട്ടോ ഇട്ട് ഇരുന്നെങ്കിൽ എല്ലാവരും അടിപൊളി, ഇതാണ് സംസ്കാരം എന്ന് പറയുമായിരുന്നു. ഫോട്ടോ ഇട്ട അവർക്ക് അവരുടെ വീട്ടുകാർക്കും ഇല്ലാത്ത ചൊറിച്ചിലാണ് ഈ കാണുന്ന കൊണകൾക്ക്. സത്യം. ഇപ്പം ഞാനിപ്പോൾ ഒരു ഗർഭിണിയായ സ്ത്രീയെ ഇപ്പം വഴക്ക് പറഞ്ഞാൽ നിങ്ങൾ പറയും ഇവെന്ത് ചെറ്റിയാണ്, ഇവന് നാണോ ഇല്ല ഒരു ഗർഭിണിയായ സ്ത്രീയെ. അതേ പ്രവൃത്തിയിൽ നിങ്ങൾ ഇതിലും ചെയ്തത്. കമന്റിൽ വന്ന് എന്തുമാത്രം നെഗറ്റീവ് ചീത്ത വിളിക്കുന്നു. അപ്പൊ ഈ കാണുന്ന ഗർഭിണിക്ക് ഇതൊന്നും കാണുന്ന അവർക്ക് ആ ഒരു വേദനയൊന്നും ഉണ്ടാവൂലേ? കോമൺ സെൻസ്. നിങ്ങളുടെ ഇപ്പൊ വൈഫിന്റെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഒരാൾ വന്ന് നിങ്ങൾ കമന്റ് ഇട്ടാൽ നിങ്ങൾ എൻ്റെ താഴെ പോയി ചീത്ത വിളിക്കുമല്ലോ. നമുക്ക് ഇപ്പം കണ്ട വേറൊരാൾക്ക് അത് വരുമ്പോൾ ഒരു കുഴപ്പമില്ല. നമ്മളെ സ്വന്തം കുടുംബത്തിൽ വരുമ്പം നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. ഇപ്പൊ അവിടെ നിന്ന് കുഴപ്പമില്ല, എനിക്ക് എന്തിനാ മേയെ എന്നിങ്ങനെ ചോദിക്കാനും നിങ്ങളെ കൊണ്ട് പറ്റുള്ളൂ. അങ്ങനെ വരണേ ഞാൻ വരട്ട് എന്നുള്ള ഒരു കമന്റ് നിങ്ങളെ വീഡിയോയുടെ താഴെ വന്നോട്ടെ. അല്ലെങ്കിൽ ഈ സംസ്കാരം പറഞ്ഞവന്റെ താഴെ പോയിട്ട് നീ ഒരു മൊണ്ണയണ്ട, നീ എന്താ ഇങ്ങനെ കോസ്റ്റ്യൂം ഇട്ടേക്കണെന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ നീ അവിടെ എന്തുണ്ട് ഞാൻ അങ്ങനെ തന്നെ ഇങ്ങനെ ഇടോളൂ. ഒരു ആവശ്യമില്ലാതെ ഞാൻ പറഞ്ഞില്ല, വലിയ വലിയ ആൾക്കാരുകൾ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. അപ്പം എല്ലാവരും പറയും അത് വിദേശത്ത് യൂറോപ്പ് കൺട്രി ഉള്ളത് അവിടെ വേറെയാണ്, കേരളത്തിൽ വേറെ സംസ്കാരമാണെന്ന്. ഇവിടെ നിന്ന് ഓടുമല്ലോ വേറെ രാജ്യത്ത് ജോലി ചെയ്യാൻ. അപ്പോഴേ ഏത് സംസ്കാരം അനുസരിച്ച് നിങ്ങൾ ജീവിക്കും? ഇവിടുത്തെ സംസ്കാരം യൂസ് ചെയ്ത് ജീവിക്കാം. മുണ്ടും ഉടുത്ത് കാനഡയിൽ തണുപ്പിലൊക്കെ പോയിട്ട് നിങ്ങൾ മുണ്ടും ഉടുത്ത് ഷർട്ടും ഇട്ട് അവിടെ നിൽക്കുമോ? സംസ്കാരത്തിന് തണുപ്പൊന്നും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് എൻ്റെ കേരളത്തിൻ്റെ സംസ്കാരമാണ് എനിക്ക് വലുതെന്നും പറഞ്ഞ് നിങ്ങൾ മുണ്ടും ഇതൊക്കെ ഇട്ടേ നിൽക്കോളാം, ഇതൊക്കെ ഇട്ടോളാം. വേറെ ഒന്നുകൂടെ അവരുടെ സംസ്കാരത്തിൽ നിങ്ങൾ മാറൂലേ? മാറും. കാരണം എനിക്ക് എൻ്റെ അനുഭവം ഉണ്ട്. എൻ്റെ കസിൻ ചേട്ടൻ ഉണ്ട്, കാനഡയിലാണ്. പുള്ളി പണ്ടത്തെ ചിന്താഗതിയായിരുന്നു. അവിടെ പോയപ്പോൾ അതൊക്കെ മാറി. നമ്മളെ ചുറ്റുപാടും ആൾക്കാർ എങ്ങനെയാണെന്ന് അതനുസരിച്ച്, അതായത് മുല്ലപ്പൂമ്പൊടി ഏറ്റെടുക്കും കല്ലിനും ഉണ്ടാ സൗരഭ്യം. അപ്പൊ അതുപോലെയാണ്. അതായത് നമ്മളെ ചുറ്റുപാടും ഇന്നും വിവരവും ഇതില്ലാത്തവന്മാരൊക്കെയാണ് നമ്മളെ ചുറ്റുപാടും എങ്കിൽ നമ്മളും അതനുസരിച്ച് നിൽക്കും. നമ്മളെ കൂട്ടുകാരന്മാര് ഭയങ്കര ടോക്സിക് ആയിട്ട് പറയുന്ന ആൾക്കാരാണ് നമ്മളെ ചുറ്റുമെങ്കിൽ നമ്മളും അതനുസരിച്ച് ചിന്തിക്കുകയുള്ളൂ. മനസ്സിലായി? എല്ലാ കാര്യത്തിനും രണ്ട് പക്ഷം ഇവിടെ പറയും. ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു ഫോട്ടോ ഇട്ട് അതിന് നല്ലതും പറയും ചീത്തയും പറയും. അത് കോമൺ ആണ്. അതിപ്പോൾ നമുക്ക് എല്ലാവരെയും പോയി തിരുത്താൻ പറ്റൂല. പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള നമ്മൾ നോർമൽ അല്ലാത്ത ഏത് ഫോട്ടോയിൽ ഇട്ടാലും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ കുറച്ച് നമ്മളുടെ ഒരു നിങ്ങൾ തന്നെ അതൊന്ന് ചിന്തിച്ചു നോക്ക്. അതായത് ഒരു ഗർഭിണി ചിലപ്പോൾ അവൾ ആ നാളെ ഇരുന്ന് ആ കമന്റ് ഒക്കെ വായിക്കുമ്പോൾ അവർക്ക് മാനസികമായിട്ട് എന്ത് മാത്രം വിഷമം ഉണ്ടാവും അറിയാമോ? അപ്പോൾ എൻ്റെ വൈഫിന് അതുപോലത്തെ കുറെ വിഷമങ്ങൾ ഉണ്ടായി. എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തിന് നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള പോലെ കമന്റ് ഇടട്ടെ, ഇപ്പം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ ആ ഫോട്ടോ ചെയ്ത്, അപ്പോൾ നമ്മളൊരു പബ്ലിക്കിൽ നമ്മളൊരു സാധനം ഇടുമ്പോൾ നമ്മൾ ഇതെല്ലാം പ്രതീക്ഷ തന്നെ ഇരിക്കണം. മനസ്സിലായി? പിന്നെ കുറേയൊക്കെ നമുക്ക് ഇത്തിരി ഓവറായപ്പോൾ എനിക്ക് ഇങ്ങനെ, അതായത് നിങ്ങളെ തിരുത്താനേ ഞാൻ ഒന്ന് പറയാം, നിങ്ങൾ നന്നാവാനോ ഒന്നിനും അല്ല ഞാൻ പറഞ്ഞു. പിന്നെ എനിക്ക് കുറച്ച് കാര്യം പറയാൻ തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ വലിയവൻ ചെയ്താൽ ആഹായും നമ്മൾ ചെയ്ത ഓഹയും തള്ളയ്ക്ക് വിളിയും മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ നാട്.